ചെറുപയർ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ദോശ, പുട്ട്, ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്കെല്ലാം പറ്റിയ നല്ലൊരു സൂപ്പർ കോംബോ ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പോവാം. 2 കപ്പ് ചെറുപയർ ഒരു 4-5 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കുക. അതിനുശേഷം നമ്മളത് നേരെ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലൊരു പാനിലോട്ട് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്തിട്ട് ചെറു തീയിലൊന്ന് ചൂടാക്കിയെടുക്കണം. തീ കൂടി പോവാതെ നോക്കണേ. നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ള ചെറുപയർ ഏകദേശം ഒരു ദിവസം ഞാനൊന്ന് വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുത്തതാണ്. മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറുപയർ വെച്ചിട്ട് തോരനും കറിയൊക്കെ വെക്കുന്നത് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതാ ഒരു 10ഓളം ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക്, ഒരു നല്ല പഴുത്ത തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ 3ഉം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ ഒരു ചെറുപയറിൻ്റെ ഒപ്പത്തിനാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. നല്ല ഒരുപാട് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. 3 വിസിലിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സിമ്പിൾ അരപ്പൊന്ന് റെഡിയാക്കണം. 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കാഷ്യൂനട്ട്, നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു 4 എണ്ണം ചേർത്തോളൂ കേട്ടോ. നമ്മൾ സാധാരണ ചെറുപയർ കറി വെക്കുന്ന രൂപത്തിലല്ല ഇത്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഒപ്പം ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ വെള്ളത്തിൽ നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് എപ്പോഴൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല. ഉള്ളവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചെറുപയർ കറി വെക്കാതെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. അങ്ങനെ ചെറുപയറൊക്കെ 2 വിസിൽ വന്നപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തു. അടി കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. മുകളിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനിതാ ഒരു മൺചട്ടിയിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു ചട്ടിയിലോട്ടൊന്ന് മാറ്റി കൊടുത്തത്. ഇത് നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. മുളച്ച് ചെറുപയറായതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് നല്ലതാണ്. ടേസ്റ്റ് ഒന്ന് കൂടും ചെയ്യും. ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഒഴിക്കുന്നത്. ഒപ്പം തന്നെ മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഷേക്ക് ചെയ്ത് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചാറ് നല്ല കട്ടിയാന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാം. നല്ല കുറുകിയ എന്നാലും ഒരുപാട് അങ്ങ് ടൈറ്റല്ല കേട്ടോ. നമുക്ക് പുട്ടിൻ്റെയൊക്കെ കൂടെ ഇതൊക്കെ ഒരു 2 തവി ഒഴിക്കുക. പുട്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഈ ഒരു കറിയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കഴിച്ച് നോക്കൂ. എൻ്റെ പൊന്നോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി നമ്മൾ ഒരുപോലെ ചെറുപയർ കറി വെക്കാതെ ഒന്ന് വെറൈറ്റിയൊക്കെ ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാറ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അതിനുശേഷം നമുക്കൊന്ന് വറവിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് എൻ്റെ പൊന്നോ ഈ ഒരു കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക കേട്ടോ. പലരും പല രീതിയിലായിരിക്കും. നമ്മൾ പിന്നെ എങ്ങനെ കറി വെച്ചാലും പറയും ഇതുപോലെ തന്നെയാണ് ഞങ്ങളും ഉണ്ടാക്കാറെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവാം, ചെയ്യാത്തവരുണ്ടാവാം. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വെറൈറ്റി ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കറിവേപ്പിൻ്റെ ഇലക്കൊന്നും അളവൊന്നുമില്ല, കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ. നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ചാറിലോട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ്.
വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ കറിക്ക് ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടും. ഈ ഒരു കറി ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും പറ്റും കേട്ടോ. പൊറോട്ടക്ക് വരെ, നൈസ് പത്തിരി, എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ചെറുപയർ കറി ഉണ്ടാക്കിയാൽ മക്കൾക്കൊക്കെ കൂട്ടാൻ മടിയാണല്ലേ. എന്നാൽ ഇതുപോലൊരു കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഒപ്പം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു അടിപൊളി ചായക്കടി. ഇന്നിപ്പോൾ നമ്മൾ നീർദോശ എന്നൊക്കെ പറയും, നമ്മളവിടെ ദോശ എന്നാട്ടോ പറയാം. ചില സ്ഥലങ്ങളിൽ ശീദോശ, നീർദോശ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മളിന്ന് റെഡിയാക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കുതിർത്തെടുത്ത പച്ചരി നമുക്ക് നല്ല രീതിയിൽ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് നേരെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. വെറും 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഈ ഒരു മലപ്പുറം ഭാഗത്തുള്ള ദോശ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ അരിയുടെ കൂടെ അങ്ങ് അരക്കാറാണ് പതിവ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ദോശ നല്ല ടേസ്റ്റി ആവും. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. ഒരുപാട് കട്ടിയോട് കൂടിയിട്ടല്ല മാവല്ല ഈ ഒരു ദോശയ്ക്ക് വേണ്ടത്. ഇതുപോലെയാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ദോശത്തവി നന്നായിട്ട് ചൂടാക്കിയിട്ട് എണ്ണയ്ക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കനം കുറച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക്. പൊതുവെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും. ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. കണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. പലരും തേങ്ങ അരക്കാതെ അങ്ങനെ തേങ്ങ കുറച്ച് ഇങ്ങനെ ചിരകി ചേർക്കാറുണ്ട്. അതിലേറെ തേങ്ങ പച്ചരിയുടെ കൂടെ അരച്ച് റെഡിയാക്കുമ്പോഴാണ് ഈ ഒരു ദോശ ടേസ്റ്റി ആവുന്നത്. അതുപോലെ ഓരോ തവയും ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് കനം കുറച്ചിട്ട് വേണം കേട്ടോ ഇത് നമ്മൾ ചുട്ടെടുക്കാൻ. അപ്പോഴാണ് ഈ ഒരു ദോശയ്ക്ക് ടേസ്റ്റ് കൂടുതലും. ഇതൊക്കെ നമ്മുടെ ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ദോശയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി അങ്ങോട്ട് ഉഷാറായി. ഓരോ ദോശയും സിമ്പിളായിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ്. ഇരുമ്പിൻ്റെ തവയിൽ വെച്ച് ചുടുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു ദോശ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ തവ തന്നെ വേണമെന്നില്ല. നമ്മളൊക്കെ വീട്ടിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിലും നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഒന്നുകൂടി ടേസ്റ്റും നമുക്ക് ഇരുമ്പിൻ്റെ തവ തന്നെയാണ് കേട്ടോ. കട്ടിയോട് കൂടി പാരാതെ കനം കുറച്ചിങ്ങനെ പാർന്ന് പെട്ടെന്ന് ആയി കിട്ടും. ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്തും കിട്ടും. ഈ ഒരു ദോശയൊക്കെ ആർക്കാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്തണം കേട്ടോ. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ ചുട്ടിട്ട് അട്ടിക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ. അങ്ങനെ നമ്മുടെ ദോശയും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറിക്ക് ഈ ഒരു ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരൊറ്റ തവണ ഒന്ന് ചെയ്ത് നോക്കണേ. കാരണം കുറച്ച് പരത്തിയെടുത്തിട്ടുള്ള ദോശ, നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള നല്ലൊരു വെറൈറ്റി കറി. സാധാരണ കറി ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്ത രുചിയിലാണ് കേട്ടോ ഈ ഒരു കറി ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ്. നമ്മളൊരൊറ്റ തവണ ഇത് ചെയ്ത് നോക്കണം, അപ്പോഴതിൻ്റെ രുചി നമുക്കറിയുള്ളൂ. ഇതിൽ നമ്മൾ പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ വളരെ കുറച്ച് കണ്ടല്ലോ, 1-2 വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കുത്തണ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഏകദേശം 200 ഗ്രാം ചെറുപയർ വെച്ചിട്ടാണ് ഈ ഒരു കറി നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പം എടുക്കാമെന്ന് എഴുതിയിട്ട് ഒരുപാട് ഉണ്ടാക്കി കേട്ടോ. കേടൊന്നും ആവില്ല. നല്ലൊരു ടിന്നിൽ അടച്ച് വെച്ചാൽ മാത്രം മതി. ഒരുപാട് കട്ടിയില്ലാതെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ നോക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിൽ കിട്ടും. ഇനിയിപ്പോൾ തണുത്തു എന്ന് കരുതിയിട്ട് ഒരുപാട് കട്ടിയൊന്നും ആവില്ല. നമ്മൾ ഈ ഒരു സമയം നല്ല രീതിയിൽ കണ്ടല്ലോ, ഒഴിക്കാൻ പറ്റിയൊരു രൂപത്തിലാണ് ഈ ഒരു ചാറ്.
പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.